+1 ബയോളജിയിലെ 11ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററും കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം. കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രയോജനം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ടോപ്പിക്കുമായിട്ട്, വാട്ടർ പൊട്ടൻഷ്യൽ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വാട്ടർ പൊട്ടൻഷ്യലിനെ കുറിച്ച് പഠിക്കാം. അതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൻ്റെ. അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് അല്ലേ, പ്ലാന്റിൽ വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വാട്ടർ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത്. അപ്പം വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ psi w വെച്ചിട്ടാണ് നമ്മൾ വാട്ടർ പൊട്ടൻഷ്യലിനെ ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ് വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്? നമുക്കറിയാം വാട്ടർ മോളിക്യൂൾസിന് എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജി മൂവിങ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന് ഉള്ള എനർജിയാണ് കൈനറ്റിക് എനർജി അല്ലെ. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടിക്കിൾസിന് ഉള്ള എനർജിയാണ് എന്ത്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പം വാട്ടറിൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ എനർജി, ഏറ്റവും കൂടുതൽ കൈനറ്റിക് എനർജി ഉണ്ടാവുന്നത് ആർക്കായിരിക്കും? എങ്ങനെയുള്ള വാട്ടർ മോളിക്യൂൾസിനായിരിക്കും? ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കൈനറ്റിക് എനർജി ഉണ്ടാവുന്നത് പ്യുവർ വാട്ടറിനായിരിക്കും. പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു കെമിസ്ട്രി നമുക്കറിയാം, പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് മാത്രമേ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. H2O മോളിക്യൂൾസ് മാത്രമേ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയുള്ള പ്യുവർ വാട്ടറിനായിരിക്കും ഏറ്റവും കൂടുതൽ വാട്ടർ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നത്. ഇനി നമുക്ക് വാട്ടർ പൊട്ടൻഷ്യലിൻ്റെ എന്ത് കിട്ടണം? മാഗ്നിറ്റ്യൂഡ് കിട്ടണം അല്ലേ, അതിൻ്റെ വാല്യൂ കിട്ടണം അല്ലേ. എത്രയാണ് വാട്ടർ പൊട്ടൻഷ്യൽ? അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സംഭവത്തിന് നമുക്ക് മെഷർ ചെയ്യാൻ എന്താണ് വഴി? അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. വാട്ടർ പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ബേസ് ചെയ്തിട്ടാണ്. വാട്ടർ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ഇതിന് നമ്മൾ കണക്കാക്കണം. അങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തേക്കുന്നത് എന്താണെന്നറിയാവോ? പ്യുവർ ആയിട്ടുള്ള വെള്ളം നമ്മൾ ഇവിടെ എടുക്കുന്നത് എങ്ങനെയുള്ള കണ്ടീഷൻസിലാണെന്നറിയാവോ? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള പ്യുവർ വാട്ടർ അല്ലെ, പ്യുവർ വാട്ടർ, അങ്ങനെയുള്ള വെള്ളത്തിൻ്റെ മുകളിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള പ്രഷറും കൊടുക്കുന്നില്ല. അപ്പം ഒട്ടും തന്നെ പ്രഷർ ഇല്ലാതെ അല്ലെ, നമ്മൾ പ്രഷർ ഒന്നും കൊടുക്കാതെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മാത്രമേ അതിൻ്റെ മുകളിൽ എക്സേർട്ടഡ് ആവുന്നുള്ളൂ. അതുമാത്രമല്ല ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആണ്, 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിലുള്ള വെള്ളത്തിൻ്റെ പൊട്ടൻഷ്യൽ ആണ് എന്ത്? അതാണ് 0 എന്ന് പറയുന്നത് അല്ലെ. അതിൻ്റെ വാല്യൂ ആണ് 0 പാസ്കൽസ്. അപ്പം പാസ്കൽ എന്ന് പറയുന്നതാണ് നമുക്കറിയാം, നമ്മൾ നോർമലി നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്നതാണ്. പാസ്കൽ ആണ് എന്ത്? നമ്മളെ പ്രഷറിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് തന്നെയാണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. 0നേക്കാളും കൂടുതൽ വാട്ടർ പൊട്ടൻഷ്യൽ വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട്. എപ്പോഴാണത്? നമ്മൾ പ്രഷർ, പോസിറ്റീവ് പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0നേക്കാളും കൂടുതൽ വാട്ടർ പൊട്ടൻഷ്യലിൻ്റെ റേറ്റ് പോകും. അപ്പോൾ കാര്യം വളരെ സിമ്പിൾ ആണ്. ഈ ഒരു വാല്യൂ നമ്മുടെ 0 പാസ്കൽ എന്ന് പറയുന്നത് നമ്മളിവിടെ കൺവെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ എടുത്തേക്കുവാണ്. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഇതിനെ എടുത്തേക്കുവാണ്. ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ വാട്ടർ പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. ആ ഒരു സ്റ്റാൻഡേർഡിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോവാം. ഒരു ചേംബറിൽ ഞാൻ എന്ത് ചെയ്തേക്കുവാണ്? ഒരു ചേംബറിൽ ഞാൻ പ്യുവർ വാട്ടർ എടുത്തേക്കുവാണ്. വേറെ ഒരു ചേംബറിൽ ഞാൻ എന്ത് ചെയ്തേക്കുവാണ്? ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പം അവിടെ വെള്ളത്തിൽ ചില സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് അല്ലെ, ചില സൊല്യൂട്ടുകൾ ഇരിപ്പുണ്ട്. ആ സൊല്യൂട്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തേക്കുവാണ്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉപ്പുവെള്ളം കൺസിഡർ ചെയ്യാം. നമ്മൾ ഉപ്പുവെള്ളമാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇത് വന്നിട്ട് പ്യുവർ വാട്ടർ ആണ്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? ഈ 2 ബീക്കറിനെയും പരസ്പരം കണക്ട് ചെയ്തു, ജോയിൻ ചെയ്തു. എന്താണ് ഇവിടെ സംഭവിക്കുക? നമുക്കറിയാം വാട്ടർ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടാവുക അല്ലെ. ഏറ്റവും കൂടുതൽ വാട്ടർ പൊട്ടൻഷ്യൽ പ്യുവർ വാട്ടറിനാണ് ഉണ്ടാവുന്നത്. അപ്പം പ്യുവർ വാട്ടറിനാണ് psi w എന്ന് പറയുന്നത് എന്താ? വാട്ടർ പൊട്ടൻഷ്യൽ. അപ്പം പ്യുവർ വാട്ടറിന് വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈ ഉപ്പുവെള്ളം നമ്മൾ എടുത്തേക്കുന്ന ഉപ്പുവെള്ളത്തിൻ്റെ പ്രത്യേകത, അതിൽ നിറയെ ഉപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കൈനറ്റിക് എനർജി, പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി കുറവായിരിക്കും, വാട്ടർ പൊട്ടൻഷ്യൽ കുറവായിരിക്കും. അപ്പം psi w ഇവിടുത്തത് എങ്ങനെയാണ്? കുറവാണ്. ഈ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെള്ളം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വളരെ ഫാസ്റ്റായിട്ട് സഞ്ചരിക്കും. കാരണം എന്താണ്? കാരണം ഇവിടുത്തെ പാർട്ടിക്കിൾസിനാണ് കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പം ഇറ്റ് വിൽ ബി ഫ്രം എ റീജിയൻ
ഓഫ് ഇറ്റ്സ് ഹയർ പൊട്ടൻഷ്യൽ ടു ദ റീജിയൺ ഓഫ് ലോവർ പൊട്ടൻഷ്യൽ. അല്ലെ, ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലോട്ട് വെള്ളം സഞ്ചരിക്കും. നമുക്ക് വെള്ളത്തിന്റെ മൂവ്മെന്റ് ഏത് ഡയറക്ഷനിലേക്കാണ് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ കണക്കാക്കിയിട്ടാണ്, അതിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ വിലയിരുത്തിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എവിടുന്ന് എങ്ങോട്ടേക്കാണ് വാട്ടർ മൂവ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റ് ആണ് നമ്മുടെ വാട്ടർ പൊട്ടൻഷ്യലിന്റെ അടുത്ത പോയിന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് വാട്ടർ പൊട്ടൻഷ്യലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ അല്ലെ, കാരണം സൊല്യൂട്ടിന്റെ അളവ് കൂടാൻ നേരത്ത് വാട്ടറിന്റെ കൈനറ്റിക് എനർജി കുറയും. കാരണം പ്യുവർ വാട്ടറിനാണ് ഏറ്റവും കൂടുതൽ കൈനറ്റിക് എനർജി ഉണ്ടാവുന്നത്. വെള്ളത്തിൽ മറ്റ് ഏതെങ്കിലും സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ എന്തായി മാറും? പ്യുവർ അല്ലാതെയായിട്ട് മാറും. കെമിസ്ട്രിയുടെ ടേംസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ളം എന്ന് പറയുന്നത് അത് എന്തായിരിക്കില്ല, പിന്നെ പ്യുവർ ആയിരിക്കില്ല. അപ്പം എത്രത്തോളം സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നോ അത്ര കണ്ട് വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരുന്നുള്ളതല്ലേ. കാരണം കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി കുറയും. അപ്പം സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള പ്യുവർ വാട്ടറിന്റെ പൊട്ടൻഷ്യലാണ് നമ്മൾ 0 പാസ്കൽ ആയിട്ട് എടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിലോട്ട് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ കുറയും. അപ്പം സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ടേം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. അപ്പം സൊല്യൂട്ട് പൊട്ടൻഷ്യൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ψs ആണ്. അപ്പം ψs വെച്ചിട്ടാണ് നമ്മൾ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഡിനോട്ട് ചെയ്യുന്നത്. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പം സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഇസ് ഓൾവേസ് നെഗറ്റീവ്. അപ്പം സൊല്യൂട്ടിൻ്റെ അളവ് കൂടുന്തോറും സൊല്യൂട്ട് പൊട്ടൻഷ്യൽ മോർ ആൻഡ് മോർ നെഗറ്റീവ് ആവും അല്ലേ. അപ്പം സൊല്യൂട്ടിൻ്റെ അളവ് കൂടാൻ നേരത്തെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതൽ നെഗറ്റീവ് ആവല്ലേ ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ ψs എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ അളവ് കൂടുന്തോറും അത് കൂടുതൽ നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം വളരെ വ്യക്തമാണ്, സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എപ്പോഴും എന്ത് തന്നെ ആവുള്ളൂ? നെഗറ്റീവേ ആവുള്ളൂ. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് സംഭവിക്കും? കുറയും. അപ്പം വാട്ടർ കോൺസെൻട്രേഷൻ കൂടുന്തോറുമാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? വാട്ടറിൻ്റെ കൈനറ്റിക് എനർജി കൂടുന്നത്. അപ്പം വാട്ടർ കോൺസെൻട്രേഷൻ എത്ര കണ്ട് കുറയുന്നോ അത്ര കണ്ട് എന്തും കുറയും, വാട്ടർ പൊട്ടൻഷ്യലും കുറയും. അപ്പം സൊല്യൂട്ടിൻ്റെ അളവ് കൂടുന്തോറും ആ ഒരു സൊല്യൂഷനിൽ എന്താ സംഭവിക്കുന്നത്? വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറയല്ലേ ചെയ്യുന്നത്. ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ടിൻ്റെ അളവ് കൂടുന്തോറും വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ കുറയുകയാണ് ചെയ്യുക. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിറ്റ് വോളിയത്തിൽ വെള്ളം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം സൊല്യൂട്ട് എത്ര കണ്ട് കൂടുന്നോ അത്ര കണ്ട് ഒരു യൂണിറ്റ് വോളിയത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയല്ലേ ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി ഓഫ് വാട്ടർ എന്ത് ചെയ്യും? ഈ കേസിൽ കുറയും. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പ്രഷർ പൊട്ടൻഷ്യൽ. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വാട്ടർ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി കൂടി വരികയല്ലേ ചെയ്യുക. കാരണം പുറകു നിന്ന് ഒരാൾ ഉണ്ടാകുന്ന നേരത്ത് ഉറപ്പായിട്ടും സ്പീഡ് കൂടുകയേ ചെയ്യുള്ളൂ. വാട്ടർ മോളിക്യൂൾസിൻ്റെ സ്പീഡ് കൂടാനേ ചാൻസുള്ള, ഒരിക്കലും കുറയില്ല. അതുകൊണ്ട് തന്നെ പ്രഷർ എത്ര കണ്ട് കൂടുന്നോ അത്ര കണ്ട് വാട്ടർ പൊട്ടൻഷ്യൽ കൂടി വരും. പ്രഷർ എത്രത്തോളം കുറയുന്നോ അത്ര കണ്ട് വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞാണ് വരിക. അപ്പം പ്രഷർ പൊട്ടൻഷ്യലിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ψp വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. P വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, ψp. അപ്പം പ്രഷർ പൊട്ടൻഷ്യൽ നമ്മൾ നോർമൽ കേസിൽ അല്ലെ മിക്ക കേസിലും പ്രഷർ പൊട്ടൻഷ്യൽ ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ് തന്നെയായിരിക്കും. അത് നെഗറ്റീവ് ആവുന്നത് വളരെ വിരളം കണ്ടീഷനിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ നെഗറ്റീവ് ആവുന്ന ഒരു കണ്ടീഷനാണ് നമ്മുടെ ട്രാൻസ്പിരേഷണൽ പുൾ അല്ലെ. ട്രാൻസ്പിരേഷണൽ പുൾ എന്ന് പറയുന്നത് നമുക്കറിയാം, അവിടെ നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഫോഴ്സാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. എന്താണ് ട്രാൻസ്പിരേഷൻ പുൾ എന്ന് പറയുന്നത്? സപ്പോസ് ഇത് നമ്മുടെ ഒരു മരമാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം ഇത് ഒരു മരമാണെങ്കിൽ ഈ മരത്തിൻ്റെ ലീഫിൽ നിന്നും എന്ത് സംഭവിക്കും? കുറേ അധികം വാട്ടർ നഷ്ടപ്പെടും. അങ്ങനെ വാട്ടർ നഷ്ടപ്പെടുന്നത് കാരണം നമുക്കറിയാം നമ്മുടെ സ്ട്രോ അല്ലെ നമ്മൾ ജ്യൂസൊക്കെ കുടിക്കുന്ന സ്ട്രോയിൽ നമ്മൾ മുകളിൽ നിന്നും ജ്യൂസ് സക്ക് ചെയ്യാൻ നേരത്ത് അടിയിൽ നിന്ന് എന്ത് സംഭവിക്കുകയാണ്? സക്ഷൻ വഴി പുതിയ ജ്യൂസ് നമ്മുടെ സ്ട്രോ വഴി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതേ കാര്യം തന്നെയാണ് നമ്മുടെ ട്രാൻസ്പിരേഷണൽ പുൾ എന്ന് പറയുന്നത്. അതേ കാര്യം തന്നെയാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ കേസിലും. അതായത് ട്രാൻസ്പിരേഷൻ നടക്കാൻ നേരത്ത് ലീഫിൽ നിന്നും ധാരാളം വെള്ളം പുറത്തോട്ട് നഷ്ടപ്പെടും, അന്തരീക്ഷത്തിലോട്ട് നഷ്ടപ്പെടും. അപ്പം ലീഫ് വഴി കുറേ അധികം വെള്ളം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ
വാട്ടറിലോട്ട് പോവാണ് സ്റ്റൊമാറ്റോ വഴി. അങ്ങനെ വെള്ളം നഷ്ടപ്പെടാൻ നേരത്ത് അടിയിൽ നിന്നും പുതിയ വെള്ളം മുകളിലോട്ട് കയറി വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്പിരേഷണൽ പുൾ എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റൊമാറ്റോ വഴി വെള്ളം നഷ്ടപ്പെടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. അത് കാരണം ഉണ്ടാവുന്ന സക്ഷൻ പുള്ളിനെയാണ് നമ്മൾ ട്രാൻസ്പിരേഷണൽ പുൾ എന്ന് വിളിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നതാണ്. അവിടെ വെച്ച് നിങ്ങളുടെ എല്ലാ ഡൗട്ടും നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പം വളരെ സിമ്പിളാണ്. സക്ഷൻ പുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഫോഴ്സാണ്, നെഗറ്റീവായിട്ടുള്ള ഒരു പ്രഷർ പൊട്ടൻഷ്യലാണ് ഇവിടെ കാണുന്നത്. അപ്പം നമ്മുടെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പം രണ്ട് കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് വന്നിട്ട് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ, രണ്ട് വന്നിട്ട് പ്രഷർ പൊട്ടൻഷ്യൽ. അതുകൊണ്ട് ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സൈ ഡബ്ല്യു എന്ന് പറയുന്നത് വാട്ടർ പൊട്ടൻഷ്യലാണ്. വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു സൈ എസ് പ്ലസ് സൈ പി. സൈ എസ് എന്ന് പറയുന്നത് എന്താ? സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. സൈ പി എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രഷർ പൊട്ടൻഷ്യൽ. അപ്പോൾ രണ്ട് കാര്യങ്ങളെയാണ് നമ്മൾ വാട്ടർ പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? സൊല്യൂട്ട് പൊട്ടൻഷ്യലും പ്രഷർ പൊട്ടൻഷ്യലും. അതിൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഇസ് ഓൾവേസ് നെഗറ്റീവ് വൈൽ നമ്മുടെ പ്രഷർ പൊട്ടൻഷ്യൽ ക്യാൻ ബി പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ്. അപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള ഒരു വെള്ളം, അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വെച്ചേക്കുന്ന വെള്ളത്തിൻ്റെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? അതിൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇറ്റ് വിൽ ബി ഈക്വലൻ ടു സൊല്യൂട്ട് പൊട്ടൻഷ്യൽ അല്ലേ? കാരണം അവിടെ പ്രഷർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെ വരുമ്പം വാട്ടർ പൊട്ടൻഷ്യൽ സൊല്യൂട്ട് പൊട്ടൻഷ്യലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. വേറെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാനില്ലല്ലോ. കാരണം രണ്ട് ഫാക്ടേഴ്സിനെ മാത്രമേ ഇവൻ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പം വാട്ടർ പൊട്ടൻഷ്യലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഭയക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 100% മാർക്ക് തന്നെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടും. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നതാണ് ഓസ്മോസിസ്. ഓസ്മോസിസ്. അപ്പോൾ എന്താണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറയുന്നത് വാട്ടറിൻ്റെ മൂവ്മെൻ്റ് ആണ്. എങ്ങനെയുള്ള മൂവ്മെൻ്റ് ആണെന്ന് അറിയാവോ? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ഇടയിലൂടെയുള്ള വാട്ടറിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഓസ്മോസിസിൽ പഠിക്കുന്നത്. ഈ ഒരു ടോപ്പിക്, ഈ ഒരു ഓസ്മോസിസിനെ നിങ്ങൾ ഒരിക്കലും വാട്ടർ പൊട്ടൻഷ്യലായിട്ട് കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓസ്മോസിസ് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ്റെ ഒരു ടൈപ്പാണ്, ഡിഫ്യൂഷൻ്റെ ഒരു വകഭേദമാണ്. അതായത് വെള്ളത്തിൻ്റെ കേസിൽ നമ്മളതിനെ ഓസ്മോസിസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ? ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻ്റ് ആണ്. പാർട്ടിക്കിൾസ് എപ്പോഴും മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ടായിരിക്കും. ഇതാണ് ഡിഫ്യൂഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതിന് എന്തിൻ്റെ ആവശ്യമില്ല? എനർജിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പാസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. സോ ഡിഫ്യൂഷൻ ഇസ് എ പാസീവ് പ്രോസസ്. അത് എങ്ങനെയാണ് നടക്കുന്നത്? ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ടാണ് അവിടെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. തീർത്തും കൈനറ്റിക് എനർജിയുടെ സഹായത്തോട് കൂടിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ടേഷൻ നമ്മുടെ ഡിഫ്യൂഷനിൽ നടക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഓസ്മോസിസ്. ഓസ്മോസിസ് ഈസ് എ ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ. അപ്പോൾ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് എന്ത്? ഓസ്മോസിസ് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ്റെ ഒരു ടൈപ്പാണ്. വെള്ളത്തിന് അല്ലെ വാട്ടർ മോളിക്യൂൾസിനുള്ള ആ ഒരു മൂവ്മെൻ്റ് ആണ് നമ്മൾ ഓസ്മോസിസിൽ പറയുന്നത്. അതുമാത്രമല്ല ഇവിടെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ നമ്മൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓസ്മോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഓസ്മോസിസ് എന്ന് പറയുന്നത് വാട്ടറിൻ്റെ മൂവ്മെൻ്റ് ആണ്. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? അതിൻ്റെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ട്. അതായത് വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷനാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ വെള്ളം ഉള്ള സ്ഥലം, ഏറ്റവും കൂടുതൽ വെള്ളം എന്ന് പറയുന്നത് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ഇവിടെ അതിൻ്റെ അളവല്ല നമ്മൾ പറയുന്നത്, കോൺസെൻട്രേഷനാണ്. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വോളിയം അല്ലേ? ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള കാര്യമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. സപ്പോസ് ഒരു ലിറ്റർ അല്ലേ? ഇത് 1 ലിറ്ററിൻ്റെ ഗ്ലാസ് ആണ്. 1 ലിറ്റർ കേട്ടോ. ഈ 1 ലിറ്റർ ഗ്ലാസ്സിൽ നമ്മൾ പ്യുവർ വാട്ടർ എടുത്തേക്കാണ്. പ്യുവർ വാട്ടറാണ്. വേറെ ഒന്നും നമ്മൾ ഇതിലിട്ടിട്ടില്ല, വെള്ളം മാത്രമാണ്. ഇനി ഇവിടെ നമ്മൾ വേറൊരു ജാർ എടുത്തേക്കുവാണ്. ഈ ജാറിൽ നമ്മൾ 2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. രണ്ടും പ്യുവർ വാട്ടർ തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഇതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാണ്. NaCl ഉപ്പ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തു. അങ്ങനെ ഞാൻ കുറേ ഉപ്പ് 2 ലിറ്റർ വെള്ളത്തിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതിലായിരിക്കും വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ ഉണ്ടാവുക? 2 ലിറ്ററിലാണോ 1 ലിറ്ററിലാണോ? നിങ്ങൾ പറയൂ. തീർച്ചയായിട്ടും 1 ലിറ്ററിലാണ് അല്ലേ? ഇത് കൂടുതലുണ്ട് അല്ലേ? 2 ലിറ്റർ വെള്ളം ഇതിലുണ്ട്, യാതൊരു തർക്കവും ഇല്ല. പക്ഷേ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ കൂടുതൽ ഇതിലാണ് ഉണ്ടാവുക. കാരണം ഇത് പ്യുവർ വാട്ടറാണ്. കാരണം ഇതിൻ്റെ യൂണിറ്റ് വോളിയത്തിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, ഒരു യൂണിറ്റ് വോളിയത്തിൽ ഞാൻ ഇവിടെ നോക്കുവാണ് എത്ര വെള്ളമുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 100% വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ഒരു പാർട്ടിക്കിൾ പോലും നമുക്ക് ഇവിടുത്തെ വോളിയത്തിൽ കാണാൻ പറ്റില്ല. അതേസമയം ഇത്ര തന്നെ വോളിയം അല്ലെ, ഇവിടെ നമ്മൾ എത്ര വോളിയമാണോ
എന്താണോ കൺസിഡർ ചെയ്തത് അതേ വോളിയം തന്നെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുകയാണ്. അതേ യൂണിറ്റ് വോളിയം തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെയും കൺസിഡർ ചെയ്യുകയാണ്. അതിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും, കാരണം നമ്മൾ അവിടെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്ഥലത്ത് ഉപ്പും ഉണ്ടാവും, വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പം അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിൻ്റെ അളവ് ബേസ് ചെയ്തിട്ടുള്ള കാര്യമല്ല, കോൺസെൻട്രേഷനാണ്. അപ്പം ഞാനിവിടെ എന്താണ് ചെയ്തേക്കുന്നത്, ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്. ഈ ബീക്കറിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്യുവർ വാട്ടറാണ് എടുക്കുന്നത്, 100% പ്യുവർ വാട്ടറാണ്. ഇവിടെ ഞാനാണെങ്കിൽ NaCl സൊല്യൂഷൻ അല്ലെ, ഉപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതൽ ഇവിടെ ആയിരിക്കും അറിയാവോ, വാട്ടർ പൊട്ടൻഷ്യൽ ഇവിടെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, കാരണം ഇത് പ്യുവർ വാട്ടറാണ്. അതേസമയം ഇത് ഉപ്പ് വെള്ളമായതുകൊണ്ട് തന്നെ ഇവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കുറവായിരിക്കും, അവിടെ സൊല്യൂട്ട് ഉള്ളത് കാരണം അല്ലെ. വാട്ടറിന്റെ കോൺസെൻട്രേഷൻ എവിടെയായിരിക്കും കുറവുണ്ടാവുക, ഇവിടെ ആയിരിക്കും വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കുറവുണ്ടാവുക. അതുകൊണ്ട് തന്നെ വാട്ടർ പൊട്ടൻഷ്യൽ കുറവും ഇവിടെ തന്നെയായിരിക്കും. ഈ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. അപ്പം എവിടുന്ന് എങ്ങോട്ടേക്കായിരിക്കും വെള്ളം മൂവ് ചെയ്യുക, വെള്ളം വന്നിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. എന്താണ് അതിന് കാരണം, കാരണം വെള്ളത്തിന്റെ പൊട്ടൻഷ്യൽ, വാട്ടർ പൊട്ടൻഷ്യൽ ഇവിടെ വളരെ കൂടുതലാണ്, ഇവിടെ വളരെ കുറവാണ്. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്ത് സംഭവിക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് വെള്ളം പോയിക്കൊണ്ടേയിരിക്കും. എത്ര നേരം ഇത് പോകുന്നറിയാവോ, രണ്ട് സ്ഥലത്തെയും വാട്ടർ പൊട്ടൻഷ്യൽ സെയിം ആവുന്നത് വരെ പോവും. അതായത് രണ്ട് സ്ഥലത്തെയും വെള്ളത്തിന്റെ കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കണം. ഈ ഒരു കേസിൽ ഇത് രണ്ടും ഒരിക്കലും എന്താവാൻ പോകുന്നില്ല, സെയിം ആവാൻ പോകുന്നില്ല. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ വെച്ചേക്കുന്ന സാധനം സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ വിട്ടു. എന്താണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്? സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത് എല്ലാ സാധനത്തിനെയും കടത്തിവിടാത്ത ഒരു മെംബ്രെയിൻ ആണ്. സോ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ നോട്ട് അലൗ എവറി മോളിക്യൂൾസ് ടു പാസ് ത്രൂ ഇറ്റ്. ഇതിൻ്റെ ഇടയിലൂടെ, സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ഇടയിലൂടെ എല്ലാ സാധനങ്ങളെയും ആൾ കടത്തിവിടില്ല. അവന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ മാത്രമേ കടത്തിവിടുള്ളൂ. ഇവിടെ ഉപ്പ് പോലുള്ള സബ്സ്റ്റൻസിന് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന സെമി പെർമിയബിൾ മെംബ്രെയിൻ ക്രോസ് ചെയ്തിട്ട് പോവാൻ കഴിയില്ല. വെള്ളത്തിന് പോവാം, പക്ഷേ ആർക്കിവിടെ പോകാൻ പറ്റില്ല, നമ്മുടെ ഉപ്പ് പോലുള്ള സബ്സ്റ്റൻസിനൊന്നും ഇവിടെ പോകാൻ പറ്റില്ല. അപ്പം എല്ലാവരെയും കടത്തിവിടാത്ത ആളാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പം എന്താണ് ഓസ്മോസിസ്? ഓസ്മോസിസ് എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ മൂവ്മെൻ്റ് ആണ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ടു ലോവർ വാട്ടർ പൊട്ടൻഷ്യലിലോട്ടായിരിക്കും അത് സഞ്ചരിക്കുന്നത്. വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ ഉള്ള സ്ഥലത്ത് നിന്നും വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ കുറവുള്ള സ്ഥലത്തോട്ടേക്കായിരിക്കും വെള്ളം എപ്പോഴും സഞ്ചരിക്കുന്നത്. ഈ ഒരു സഞ്ചാരം എത്ര നേരം തുടരും? രണ്ട് സ്ഥലത്തെയും വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ അഥവാ വാട്ടർ പൊട്ടൻഷ്യൽ, എന്തും പറയാം, വാട്ടർ പൊട്ടൻഷ്യൽ ഈക്വൽ ആവുന്നത് വരെ തുടർന്നു കൊണ്ടേയിരിക്കും. അതിനുശേഷം ഇവിടെ മൂവ്മെന്റ് ഉണ്ടാവോ, അതിനുശേഷം വെള്ളം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോവും. പക്ഷേ ആ സമയം എന്ത് അറ്റൈൻ ചെയ്തിട്ടുണ്ടാവും? ഈക്വിലിബ്രിയം അറ്റൈൻ ചെയ്തിട്ടുണ്ടാവും. ഈക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന വാട്ടർ മോളിക്യൂൾസിന്റെ എണ്ണത്തിന് ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും ഇവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന വാട്ടർ പാർട്ടിക്കിൾസിന്റെ എണ്ണവും. വളരെ വ്യക്തമാണ്. ഈക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തേക്കും പോകുന്ന വാട്ടർ മോളിക്യൂൾസിന്റെ എണ്ണം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്നുള്ളതാണ്. ഓസ്മോട്ടിക് പ്രഷർ, ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം, ഈ ഒരു കേസിൽ ഇവിടെ നമ്മൾ പ്യുവർ വാട്ടറും ഇവിടെ നമ്മൾ ഉപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. സ്വാഭാവികമായിട്ടും കൂടുതൽ വാട്ടർ മോളിക്യൂൾസ് പോകുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിരിക്കും അല്ലെ. കൂടുതൽ വാട്ടർ മോളിക്യൂൾസും ഈ ഡയറക്ഷനിലായിരിക്കും സഞ്ചരിക്കുന്നത്. അതായത് ഇവിടെ എന്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്? ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം അതിൻ്റെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ചെറിയ ഒരു വിദ്യ ചെയ്യാൻ പോവാണ്. ഈ ഭാഗത്തായിട്ട് നമ്മളൊരു പിസ്റ്റൺ അപ്ലൈ ചെയ്യണം. ഒരു പിസ്റ്റൺ വെച്ചിട്ട് നമ്മൾ പ്രഷർ കൊടുക്കുകയാണ് താഴോട്ട്. വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇവിടെ നമ്മളൊരു പോസിറ്റീവ് പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്തുള്ള വാട്ടർ പൊട്ടൻഷ്യൽ കൂടി വരില്ലേ? കാരണം നമുക്കറിയാം വാട്ടർ പൊട്ടൻഷ്യൽ psi W ഈസ് ഈക്വൽ ടു psi S പ്ലസ് psi P. ഇവിടെ psi P കൂടി വരികയാണ്. കാരണം നമ്മളിവിടെ പിസ്റ്റൺ വെച്ച് പ്രഷർ കൊടുക്കാൻ നേരത്ത് psi P കൂടി വരും അല്ലെ. psi P കൂടി വന്ന് ഇവിടുത്തെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടില്ലേ? അങ്ങനെ ഇവിടുത്തെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് എ പർട്ടിക്കുലർ മൊമെന്റ്, അറ്റ് എ പർട്ടിക്കുലർ സ്റ്റേജ് എന്ത് സംഭവിക്കും? രണ്ട് സ്ഥലത്തുള്ള വാട്ടർ പൊട്ടൻഷ്യലും സെയിം ആയിട്ട് വരും. ഇവിടുത്തെ വാട്ടർ പൊട്ടൻഷ്യലും ഇവിടുത്തെ വാട്ടർ പൊട്ടൻഷ്യലും സെയിം ആയിട്ട് വരും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള വാട്ടറിൻ്റെ അധികമായിട്ടുള്ള മൂവ്മെൻറ്റ് എന്ത് ചെയ്യും?
സ്റ്റോപ്പ് ചെയ്യും. വളരെ വ്യക്തമാണ്. നമ്മൾ ഇവിടെ പ്രഷർ കൂട്ടി വരാൻ നേരത്ത് ഇവിടുത്തെ സൈ ഡബ്ല്യുവിന് ഈക്വലൻ്റ് ആയിട്ട് ഇവിടുത്തെ സൈ ഡബ്ല്യുവും മാറും അല്ലേ? കാരണം ഇവിടുത്തെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടി വരികയാണ്, നമ്മളിവിടെ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരാൻ നേരത്ത് ഇവിടുത്തെ വാട്ടർ പൊട്ടൻഷ്യലും ഇവിടുത്തെ വാട്ടർ പൊട്ടൻഷ്യലും സെയിം ആയിട്ട് മാറും. അങ്ങനെ സെയിം ആയിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ അത് ഈക്വിലിബ്രിയത്തിലാവും എന്നുള്ളതാണ് അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന അതേ അളവിൽ, ഓൾമോസ്റ്റ് അതേ അളവിൽ തന്നെ തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും വാട്ടർ പാർട്ടിക്കിൾസ് പോവും, വാട്ടർ മോളിക്യൂൾസ് സഞ്ചരിക്കും. അത് കാരണം നെറ്റ് മൂവ്മെന്റ് ഇവിടെ ഉണ്ടാവില്ല. എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്? ഓസ്മോസിസ് അല്ലേ? ഇത്രയും നേരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സായിരുന്നു ഓസ്മോസിസ്. അപ്പം ആ ഒരു ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പുറം അല്ലേ ഈ ഒരു സൊല്യൂഷൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. വളരെ വ്യക്തമാണ്. ഇവിടെ മുന്നേ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? ഓസ്മോസിസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ ഓസ്മോസിസിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഈ സൊല്യൂഷൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു? പ്രഷർ അപ്ലൈ ചെയ്തു. അപ്പം അങ്ങനെ എത്ര പ്രഷറാണ് ഞാൻ ഈ ഭാഗത്ത് അപ്ലൈ ചെയ്തത് അല്ലേ? എന്തിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്? ടു സ്റ്റോപ്പ് ഓസ്മോസിസ്. ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എത്ര പ്രഷറാണ് അപ്ലൈ ചെയ്തത്? ആ പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പം ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പ്രഷറാണ് കേട്ടോ. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോസിറ്റീവ് പ്രഷർ അല്ലെ? പോസിറ്റീവ് പ്രഷറാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. കാരണം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത പ്രഷർ കാരണം വാട്ടർ പൊട്ടൻഷ്യൽ കൂടി വരികയാണ് ചെയ്തത്. സോ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് പോസിറ്റീവ് പ്രഷറാണ്. പക്ഷേ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പുതിയ ഒരു ടേമാണ് അല്ലേ? എന്താണ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്? ഇവിടെ ഓസ്മോസിസ് നടക്കാൻ കാരണമായിട്ടുള്ള പൊട്ടൻഷ്യലാണ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഓസ്മോസിസിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്ത പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അല്ലേ? ഓസ്മോട്ടിക് പൊട്ടൻഷ്യലിനെ പ്രിവെൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്തത്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്നെടുത്ത ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.